കളിയാക്കാണോ? സിനിമാക്കാരുടെ പടം കൊണ്ടുവന്ന് എന്റെ റൂമിൽ ഒട്ടിച്ചിട്ട്. എനിക്ക് സിനിമാക്കാരോട് അത്ര ഭ്രാന്തൊന്നുമില്ല. ഇത് സ്വന്തം അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാ കാണിച്ചത്. അമ്മ, ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ഈ ഫോട്ടോ മാറ്റാം. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതല്ലേ? അമ്മേ, ജീവസാറിന്റെ ജീവസാറ് ഒന്ന് നിർത്താവോ? അമ്മയെ വിഷമിപ്പിക്കാൻ ചെയ്തതല്ല. അമ്മയുടെ ഒരു സമാധാനത്തിനാ. ജീവസാറിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ധൈര്യം കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാ. അമ്മ സേഫ് ആവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ അമ്മേ? ചേച്ചി, നമുക്ക് ഈ ഫോട്ടോ മാറ്റാം. വേണ്ടപ്പോ, ഞാനൊന്ന് പറയട്ടെ. അമ്മ, എന്റെ ഒരു ആഗ്രഹത്തിന് ഒട്ടിച്ചുപോയി. ഒരു ദിവസം ഇവിടെ ഇരിക്കട്ടെ, വേണമെങ്കിൽ നാളെ മാറ്റാം. പ്ലീസ് അമ്മ, ഒരു ദിവസത്തേക്ക് മാത്രം. ആ MLA ഒക്കെ വന്ന് വഴക്കുണ്ടാക്കിയപ്പോ എനിക്ക് തോന്നിയതാ ജീവസാറിന്റെ പടം ഒട്ടിക്കാന്ന്. നാളെ മാറ്റാം, പ്ലീസ് അമ്മ. നീ വാപ്പു. എന്നോടുള്ള ദേഷ്യത്തിന് പാവം മോളോട് കാണിച്ച നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്റെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് കരുതിയിട്ട്. എന്റെ മനസ്സിൽ വലിയൊരു മുറിവ് തന്നാള് ഇനി എന്നെ എങ്ങനെ രക്ഷിക്കാനാ? വേണ്ട, ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ന്യായീകരണങ്ങളായിട്ടേ നിനക്ക് തോന്നും. അമ്മ ഒട്ടും പേടിക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ഓരോന്നും ചെയ്യുന്നുണ്ട്. എന്തിനാ അമ്മ അച്ഛനിൽ നിന്നും അകന്നിരിക്കുന്നത്? എന്നെ റിയയെ കുറിച്ച് ഓർക്കാത്തത് എന്താ? എനിക്ക് എന്ത് വിഷമമുണ്ടെന്ന് അറിയാവോ? നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് കൊണ്ടാ ഞങ്ങളിങ്ങനെ ആരും അറിയാതെ ഒളിച്ചു വന്ന് കഴിയേണ്ടി വരുന്നത്. മോളെ, കലച്ചേച്ചി, ആരോടും പറയല്ലേ. അമ്മയെ കാണാൻ കൊതി തോന്നി, അതുകൊണ്ടെടുത്ത് നോക്കിയതാ. സ്വന്തം അമ്മയെ കണ്ടത് കുറ്റമാണെന്ന് ലോകത്താരെങ്കിലും പറയുവോ? എനിക്കറിയാം മോളുടെ വിഷമം. അമ്മയെ കാണാൻ വേണ്ടി ആ തട്ടിപ്പുകാരുടെ കൈ ചെന്ന് വീണപ്പോ തന്നെ കലച്ചേച്ചിക്ക് എത്ര വിഷമമായെന്നറിയോ? അമ്മയില്ലാതെ വളർന്ന ആളാ കലച്ചേച്ചി. കലച്ചേച്ചിക്കറിയാം മോളുടെ അവസ്ഥ. ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ എന്റെ അമ്മ പോയിന്ന് വെച്ചാ മരിച്ചുപോയി. വാസ്തവത്തിൽ അതിനേക്കാൾ സങ്കടമാ. അമ്മ ജീവിച്ചിരിക്കുന്നു എന്നാ കാണാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. മോള് സമാധാനമായിട്ടിരിക്കെ. എല്ലാവരുടെയും മനസ്സ് മാറും. ദൈവമായിട്ട് മനസ്സ് മാറ്റിക്കും. മോളെ ദൈവം അമ്മയുടെ അടുത്ത് എത്തിക്കും. ചേച്ചിക്കറിയാവോ അച്ഛനും അമ്മയും എന്തിനാ പിരിഞ്ഞെന്ന്? ചേച്ചി എന്നോട് പറയാവോ? ഞാൻ ആരോടും പറയില്ല.
എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. ചില അവസരങ്ങളിൽ അച്ഛമ്മ ദുഃഖം സഹിക്കാതെ ചില കാര്യങ്ങൾ പറയും. അങ്ങനെ അവിടെ ഇവിടെയും കേട്ടത് ചിലതറിയാം. അത്രേ ഉള്ളു മോളെ. എന്താ കലച്ചേച്ചി, ഒന്ന് പറയണം കലച്ചേച്ചി, പ്ലീസ്. മോളെ, കലച്ചേച്ചിയെ അടുക്കളക്കാരിയായിട്ടല്ല ഈ വീട്ടിൽ കണക്കാക്കിയിട്ടുള്ളതെങ്കിലും അടുക്കളക്കാരി തന്നെയാ. ചില കാര്യങ്ങള് ഞാൻ പറയാൻ പാടില്ല. അച്ഛമ്മ വരട്ടെ മോളെ. കലച്ചേച്ചിയും കൂടെ അച്ഛമ്മയോട് പറയാം. അച്ഛമ്മ എല്ലാം പറഞ്ഞു തരും. മോള് വിഷമിക്കാതെ. അച്ഛമ്മ പറയാറുണ്ട് മോളുടെ അമ്മ മാലാഖയെ പോലൊരാളായിരുന്നെന്ന്. മനസ്സില് അത്രയും നന്മയുള്ള ആളാന്ന്. സത്യത്തില് ഒന്ന് കാണാൻ എനിക്കും കൊതി തോന്നിയിട്ടുണ്ട്. നേരാ, അമ്മയൊരു മാലാഖ തന്നെയാ. എന്റെ മനസ്സില് അമ്മയൊരു മാലാഖ തന്നെയായിട്ടുണ്ട്. അമ്മ മാത്രല്ല, റിയമോളും ഇപ്പൊ ഒരു കുഞ്ഞു മാലാഖയാ. സത്യം, ഇപ്പോഴാ കുഞ്ഞ് കൂടുതൽ നല്ല മനസ്സുള്ളൊരു കുട്ടിയായത്. എന്നുവെച്ചാ മുമ്പും നല്ല മനസ്സല്ലെന്നില്ല, ഇപ്പോ കൂടുതൽ നല്ല മനസ്സാ. നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങളെയാണല്ലോ മാലാഖ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കുഞ്ഞ് നല്ല മാലാഖയാ. മാലാഖ കുഞ്ഞുങ്ങൾക്കേ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ പറ്റും. കുഞ്ഞും മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടക്കും. ഉറപ്പാ നടക്കും മോളെ. മോൾ ആഗ്രഹിക്കുന്നത് നടക്കും. നീർക്കോല് കടിച്ചാല് അത്താഴം മുടങ്ങുന്ന ആ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അതിപ്പോ തിരുത്തണം. രാജവമ്പലയാ അതിന്റെ പിറകില്. അവളല്ല, അതുറപ്പാ. അവൾക്ക് വേണ്ടി വേറെ ആരോ ഇറങ്ങിയിരിക്കുകയാണ്. ആ ജുവാനാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഈ കേസ് വിട്ടതാണ്. ആരായാലും ശരി ഭാസ്കർജി, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആകെ കുഴപ്പാവും. തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാ. അതാ എന്റെ ടെൻഷൻ. ആളാരാണെന്ന് കണ്ടുപിടിച്ചൊതുക്കിയില്ലെങ്കിൽ ഒരല്പ പ്രശ്നമാകും. ഭാസ്കർജിക്കും ടെൻഷൻ തുടങ്ങിയോ? ഹലോ. ഹലോ മിസ്റ്റർ ജാവേദ്. ജാവേദ് സാറല്ലേ? അതെയല്ലോ. സർ, ഞാൻ ജീവയാണ്, ഫിലിം ആർട്ടിസ്റ്റ്. ഓ, മിസ്റ്റർ ജീവ, വളരെ സന്തോഷം ഓർമ്മിച്ച് വിളിച്ചതിന്. ആ, പടങ്ങളൊക്കെ തകർത്തോടുകയാണല്ലോ. ആ, എല്ലാ സിനിമയും കുടുംബസമേതം ഞങ്ങൾ കാണാറുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. പിന്നെ സർ, ഞാനിപ്പോ മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു അംഗത്തോടല്ല, ഒരു സുഹൃത്തിനോടാ സംസാരിക്കുന്നത്. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. കാര്യം പറയൂ ജീവ. എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. ആ, ജീവയെ പോലെ മാന്യനായ ഒരാൾ ജെന്യൂനായ ഒരു ഹെൽപ്പേ ആവശ്യപ്പെടൂന്ന് എനിക്കറിയാം.
അതുകൊണ്ട് തന്നെ വാക്ക് തരാൻ എനിക്ക് ഒട്ടും മടിയില്ല. വ്യക്തിപരമായ ഒരു സഹായമാണ് സർ വേണ്ടത്. ഭാസ്കർജി അറിയാലോ, MLA. അയാള് ജീവയും കുഴപ്പത്തിലാക്കിയോ? എന്റെ വേണ്ടപ്പെട്ട ഒരാള് അയാള് കാരണം വലിയ ബുദ്ധിമുട്ടില്ല സർ. സഹിക്കുന്നതിന്റെ പരമാവധി സഹിച്ചു. ഇന്നിപ്പോ കൂട്ടുകാരനെ സഹായിക്കാൻ ഞാൻ ഇറങ്ങുക. അതിന് സാറിന്റെ സഹായം വേണം എനിക്ക്. താൻ വന്നോ? വീട്ടിലേക്ക് വാ. ഈ ഭാസ്കർജിയെ പോലുള്ളവരെ ഒഴിവാക്കിയാലേ സത്യസന്ധരായ രാഷ്ട്രീയക്കാർക്കൊരു വില കിട്ടൂ. താൻ വന്നോ? വേണ്ടത് ഞാൻ ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ഓക്കെ ഡോക്ടർ. ഓക്കെ ശരി, 15ന്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആ, ഡോക്ടറെ വിളിച്ചേ. ദിയം കൊണ്ട് ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞു. വൈകിട്ട് 5:30. പുതിയ സ്പെക്സ് ഉപയോഗിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ആ, അതാ അതിശയം. അവളാ കണ്ണട വെച്ചിട്ടില്ല. മുൻപ് കുറച്ചു ദിവസം തുടർച്ചയായി കണ്ണട വെച്ചില്ലെങ്കിലേ തലവേദന വന്നിരുന്ന ആളാ. ഇതിപ്പോ എന്ത് പറ്റുമെന്തോ. മോളൊരു ഉഴപ്പിലോട്ട് വന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം ക്യാമ്പിലെത്തിയതിന്റെ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ അടിമുടി മാറ്റുക. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളിൽ അവളെ വഴക്ക് പറയണമെന്ന് തന്നെ ഞാൻ തീരുമാനിക്കും. പക്ഷെ അവൾക്ക് എന്നോടുള്ള സ്നേഹം, അതിന്റെ മുൻപില് ബാക്കിയെല്ലാം ഞാനങ്ങ് മറന്നു പോവാ. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അവളും പലതും മറക്കുക. സ്നേഹം കൊതിച്ചു നടക്കുന്ന വേറൊരാള് ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം. അപ്പു, നേരെ എനിക്കത് ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഇപ്പോഴും അവനോട് വലിയ ഇഷ്ടമൊക്കെ തന്നെയാ. എങ്കിലും എന്റെ കാര്യങ്ങളിൽ അവൾക്കിപ്പോ കൂടുതൽ ശ്രദ്ധ. എന്തായാലും കണ്ണട വെക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഇതിലും വാശി പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പോണം. മോനെ, ചേച്ചി എവിടെ? ചേച്ചി എപ്പോഴും അമ്മയുടെ മുറിയിലല്ലേ? അവിടെ ഉണ്ട്. അപ്പൊ മോനെന്താ ചേച്ചിയോടൊപ്പം ചെല്ലാന്? അതിന് ചേച്ചി എന്നെ കൂട്ടണ്ടേ? ചേച്ചി ഇപ്പൊ കണ്ണട വെക്കാറില്ല അല്ലേ? ഇല്ല, കണ്ണട വച്ചില്ലെങ്കിൽ കണ്ണിന് അസുഖം വരില്ലേ? അമ്മ ചോദിക്കട്ടെ. മോൾ എന്താ ചെയ്യുന്നേ? പടം വരയ്ക്കുക അമ്മയുടെ. ആഹാ, ഇത് കൊള്ളാലോ. ഇതാണോ അമ്മ? ശരിയായില്ല അല്ലേ അമ്മ? നന്നായിരിക്കുന്നു. എന്റെ മോള് വരച്ചതല്ലേ, അപ്പൊ ആ വരയിലൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ആ ഇഷ്ടം വെച്ച് നോക്കുമ്പോ ഇതമ്മ തന്നെയാ. ഇതാരാ മോളെ? ജീവ സാറ്. എന്ത് വൃത്തികേടാ നീ കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്താ അമ്മ? അമ്മയുടെ പടം വരച്ചു കഴിഞ്ഞപ്പോ ജീവ സാറിന്റെ പടം വരയ്ക്കാൻ തോന്നി. അതെന്തിനാ അടുത്തടുത്ത് വരച്ചത്? അതിനെന്താ അമ്മ കുഴപ്പം? അതിനെന്താ കുഴപ്പം? അമ്മ അത് കീറി കളയല്ലേ അമ്മേ? മക്കളുമായിട്ട് കൂട്ടാവാം, അവർക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കാന്നൊക്കെ വെച്ചാ മോർ നിക്ക്. വേണ്ട, വരെയും വേണ്ട, ഒന്നും വേണ്ട. അമ്മ, നല്ല കാര്യല്ലേ ഞാൻ ചെയ്തത്? അമ്മേനെ പടം വരച്ചത് അത്ര വലിയ തെറ്റാ? അതിന് എന്റെ പടത്തിന്റെ കൂടെ മറ്റൊരാളുടെ പടമൊക്കെ വരച്ചു വെക്ക? അമ്മയ്ക്ക് സന്തോഷാവെന്ന് കരുതിയാ ഞാൻ വരച്ചത്. ഇനി ഇത് മേലിൽ ഇവിടെ ആവർത്തിക്കരുത്.
മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിക്കൊള്ളും. ചേച്ചിയെ വഴക്ക് പറയല്ല അമ്മേ, പ്ലീസ്. ചേച്ചിയെ വഴക്ക് പറഞ്ഞാ എനിക്ക് സങ്കടം വരും. അമ്മ നോക്ക്, ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. മോളെ സോറി, അമ്മയ്ക്ക് പെട്ടെന്നത് കണ്ടപ്പോ മോൾക്ക് വിഷമായോ? ഇല്ലമ്മേ, എന്റെ അമ്മയല്ലേ എന്നെ വഴക്ക് പറഞ്ഞേ. അമ്മമാര് വഴക്ക് പറയുന്നത് കേൾക്കാൻ സന്തോഷാ. വഴക്ക് പറയുന്ന കേൾക്കാൻ സന്തോഷമാണോ? ആ അതൊക്കെ പോട്ടെ. മോള് കണ്ണട വെക്കാത്ത എന്താ? ഡോക്ടറെ കാണാൻ ബുധനാഴ്ച പോണം. അയ്യോ അമ്മേ, എനിക്ക് കണ്ണട വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഹ, കണ്ണട വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാന്നോ? മോളെ സ്പെക്സ് വെച്ചില്ലെങ്കിൽ ഇപ്പോഴല്ല, കുറച്ച് മുതിർന്നു കഴിയുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ചെന്ന് ഗ്ലാസ് വെക്ക. മുൻപ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അമ്മേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. അയ്യോ ശരി, ഇന്ന് തന്നെ വെച്ചോളാം. ഇന്നല്ല, ഇപ്പൊ തന്നെ വെക്കണം മോള്. ശരി അമ്മ, ഇപ്പൊ തന്നെ വെക്കാം. ചെന്ന് കണ്ണട വെച്ചിട്ട് വാ. ചേച്ചി ഒന്നുമില്ല. കണ്ണട വെക്കുന്നില്ലേ? ആ വെക്കുന്നുണ്ട്. അയ്യോ എന്താ ചേച്ചി? ഒന്നുമില്ല. പുതിയ കണ്ണട കൊള്ളാം ചേച്ചി, വാ അമ്മയെ കാണിക്കാം. അയ്യോ ഇത് വെച്ച് ഞാൻ എങ്ങനെ നടക്കും? കാണാൻ വയ്യല്ലോ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ കുഴപ്പമാവും. വാ ചേച്ചി. ആ വരുന്നു. അയ്യോ എന്തുവാ ചേച്ചി? ഒന്നുമില്ല. നടക്കപ്പോ. ചേച്ചി എന്നെ പിടിച്ചോണ്ട് നടക്കാറില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ അപ്പു. വാ. അമ്മ നോക്ക്, ചേച്ചി കണ്ണട വെച്ചത്. എങ്ങനെയുണ്ട് മോളെ? പവറൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? വിഷനൊക്കെ കറക്റ്റ് ആണല്ലോ? ആ കറക്റ്റ് അമ്മ. ചേച്ചി എന്താ എന്നെ നോക്കി പറയുന്നേ?
അമ്മ. വേണ്ട വേണ്ട മാറ്റണ്ട, കണ്ണട വെച്ചോളൂ. ചെല്ലു മോളെ, അപ്പുറത്തേക്ക് ചെല്ല. ഈശ്വര, ഞാൻ പെട്ടല്ലോ. എന്താ മോളെ? ഏയ് ഒന്നുമില്ല അമ്മ. അപ്പോ നീങ്ങ വാ. ഇല്ല സാർ, ഇത് വ്യക്തിവിരോധം തീർക്കലാണ്. പിന്നെ സാറിനറിയാലോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആർക്കും എന്തും ആകാം. എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമം പാസ്സാക്കണം സാർ. ഇല്ല, ശരി സാർ, ഞാൻ നേരിട്ടൊന്ന് കാണാം. സാർ ചതിക്കരുത്, നാളെ രാവിലെ ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ ഓക്കെ സാർ. നാശം പിടിക്കാനായിട്ട് എന്താ ഭാസ്കർജി പ്രശ്നം? CM വിളിച്ചത്, നേരിൽ കാണണമെന്ന്. എനിക്കെതിരെ വരുന്ന വാർത്തകൾ CM-ന്റെ അടുത്തെത്തി. ചിലപ്പോ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുമെന്ന്. എനിക്കെതിരെ വല്ല അന്വേഷണം വന്നാൽ മന്ത്രിസഭ ഞാൻ തള്ളിയിടും. അതിനു മുമ്പ് ഇതിന്റെ പിന്നിൽ ആരാ കളിക്കുന്നെന്നറിഞ്ഞ് ആദ്യം അവനെ തള്ളിയിടണം. ഓരോ ദിവസവും റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. അല്ല, ആ മന്ത്രിയുടെ മകൻ ജുവാൻ അയാളല്ലെന്ന് ഉറപ്പാണോ? അല്ല, അതുറപ്പാണ്, അയാളല്ല. രീതികൾ വെച്ച് നോക്കിയാൽ അവളുമല്ല ആ കാവ്യ. ഇതിപ്പോ ഒന്നുകിൽ അവൾ അറിയാതെ അവൾക്ക് വേണ്ടി വേറെ ആരോ ആണ്, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ശത്രു. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് അവളുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ആരോ ആണെന്ന്. അതാരായിരിക്കും? നിങ്ങൾക്ക് കേസ് ജയിക്കണമെന്നൊന്നുമില്ലേ? സാക്ഷികളുമായിട്ട് ഇന്ന് വരാൻ പറഞ്ഞിട്ട് എന്താ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിയോന്നോ? കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർന്നോ? എങ്കിൽ അത് പറയൂ. ആ ശരി. അനൂപേ, പെട്ടെന്ന് ഇതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തേ, വേഗം വേണം. ശരി മാഡം. ഹലോ. ഹലോ വക്കീലത് ഞാനാ. സാറ് പറയാൻ തുടങ്ങുന്നത് എന്താണെന്ന് എനിക്കറിയാം. പറയാനല്ല, കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഇതിന്റെ പുറകിലെ കളി എന്താണ്? ആരൊക്കെ ചേർന്നാ കളിക്കുന്നത്?